നമസ്കാരം. ഒടുവിൽ മുനമ്പത്തിൻ്റെ തട്ടിപ്പ് പൊളിഞ്ഞു. മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി സമരത്തിലാണ്. ആ സമരം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചപ്പോൾ, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന സാഹചര്യമുണ്ടായപ്പോൾ ഇടതു വലത് ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെട്ടതായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. എന്നാൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയമവിരുദ്ധമാണെന്നും ആ നിയമനം അസാധുവാണെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവാക്കിയത്. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ അതിനോട് പ്രതികരിച്ചത് സർക്കാർ അഭിപ്രായം പറയട്ടെ എന്നാണ്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. റിട്ടയർ ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ കമ്മീഷനുകളെ നയിച്ചത് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരാണ്. അതുകൊണ്ട് തന്നെ യാദൃച്ഛികമായി കിട്ടിയ ഒരു കമ്മീഷൻ പദവി ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPM-നുമാണ്. അവർക്ക് മാത്രമല്ല, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തടി തപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനും UDF-നും ലീഗിനും ഇത് തിരിച്ചടി തന്നെയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മുനമ്പം ഉൾക്കൊള്ളുന്ന വാർഡിലെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പ്രശ്നമായി മാറും എന്നതിൻ്റെ സൂചനയാണിത്. ഹൈക്കോടതിയുടെ വിധി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വഖഫ് സംരക്ഷണവാദികളുടെ വാദത്തെ പൂർണ്ണമായും ശരിവയ്ക്കുന്നതല്ല. കോടതി വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിയമം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് അസാധുവാക്കിയിരിക്കുന്നത്. നിയമത്തിൽ വഖഫ് ബോർഡിന് പരമാധികാരമാണുള്ളത്. വഖഫ് ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആളുകൾ പരാതിപ്പെടേണ്ടത് വഖഫ് ട്രിബ്യൂണലിനാണ്. വഖഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമാണ്. അതിനെ മറികടക്കാൻ സർക്കാരിനോ മറ്റു കോടതികൾക്കോ അധികാരമില്ല. ഇക്കാര്യം അടിവരയിട്ടുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ വിധി വന്നിരിക്കുന്നത്. പലരും കരുതുന്നത് പോലെ മുനമ്പത്തെ ജനങ്ങൾക്കുള്ള തിരിച്ചടിയല്ല, സർക്കാരിനുള്ള തിരിച്ചടിയാണ്. മുനമ്പത്തെ ജനങ്ങൾ ഇത് പണ്ടേ പറഞ്ഞതാണ്. ഈ അന്വേഷണ കമ്മീഷനും കൊണ്ട് ഒരു കാര്യവുമില്ല, അധികാര പരിധിക്കപ്പുറമുള്ളതാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ മറുനാടനെടുത്ത നിലപാട് മുനമ്പത്തുകാർ ഈ ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കരുത് എന്നതായിരുന്നു. ഇക്കാര്യം ഞങ്ങൾ വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെയും വ്യക്തമാക്കിയിരുന്നു. സർക്കാർ സമയം നീട്ടി വാങ്ങാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ആ കെണിയിൽ മുനമ്പത്തുകാർ വീണുപോകരുത്. ഒരു അധികാരവുമില്ലാത്ത ഒരു സംവിധാനത്തിന് വേണ്ടി സമയം കളയരുത്. നിങ്ങളുടെ സഹന സമരം നീണ്ടുപോകും. അതുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിരസിക്കണം, തിരസ്കരിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. ഹൈക്കോടതി വളരെ വ്യക്തമായി പറയുന്നു, ജുഡീഷ്യൽ കമ്മീഷനോ മറ്റെന്തെങ്കിലും അധികാര സംവിധാനത്തിനോ യാതൊരു വിധത്തിലുള്ള അവകാശവും വഖഫ് പ്രോപ്പർട്ടിയുടെ മേലില്ല. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ വഖഫിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരിടത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ അധികാരമില്ല. ഇത് തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന വിഷയം. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഒരാളുടെ ഭൂമിയുടെ മേൽ ഒരു വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ ആ ഭൂമി കൈവശാവകാശമുള്ളതാണെങ്കിലും പട്ടയമുള്ളതാണെങ്കിലും അത് വഖഫ് ബോർഡിൻ്റെതാണ്. ആരാണോ യഥാർത്ഥ ഉടമ അയാൾക്ക് അഭയം തേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വഖഫ് ട്രിബ്യൂണൽ. വഖഫ് ട്രിബ്യൂണൽ വഖഫ് ബോർഡിൻ്റെ മറ്റൊരു രൂപമായതുകൊണ്ട് തന്നെ വഖഫ് ട്രിബ്യൂണൽ പൊതുവെ ഇത്തരം അപേക്ഷകൾ തിരസ്കരിക്കും. അതുകൊണ്ടാണ് വഖഫ് നിയമം തന്നെ പൊളിച്ചെഴുതാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം മുനമ്പത്തിൻ്റെ പ്രശ്നമല്ല, മുനമ്പത്തെ പ്രശ്നം മാത്രമായി പരിഹരിക്കാൻ കഴിയില്ല. ഇത് വഖഫ് നിയമത്തിൻ്റെ പ്രശ്നമാണ്. വഖഫ് നിയമത്തിൻ്റെ പ്രശ്നമാണ് ഇതെന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ലാത്ത UDF, കോൺഗ്രസ്, CPM ഒക്കെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കമുള്ള തട്ടിപ്പുകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിലവിലുള്ള വഖഫ് നിയമം മാറണം. ആ വഖഫ് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തിരുത്തണം. ഈ നിയമം നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം ഏത് സർക്കാർ വിചാരിച്ചാലും, ഏത് കമ്മീഷനെ വെച്ചാലും, ഏത് കോടതി ഇടപെട്ടാലും വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും തീരുമാനിക്കുന്നിടത്തോളം കാലം മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരവകാശവും ഉണ്ടാവില്ല. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക വഴി വഖഫ് നിയമ ഭേദഗതിയാണ് എന്ന് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടിരിക്കുന്നു. സർക്കാരിനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അരമണിക്കൂർ കൊണ്ട് പരിഹരിക്കാമെന്നാണ്. സാധ്യമല്ല. സർക്കാരിന് സാധ്യമല്ല, പ്രതിപക്ഷ നേതാവിന് സാധ്യമല്ല. സാധ്യമാകുന്നത് ഒരേ ഒരു സാഹചര്യം കൊണ്ട് മാത്രം, വഖഫ് നിയമ ഭേദഗതി.
ആ വഖഫ് നിയമ ഭേദഗതിയാണ് UDF-ഉം LDF-ഉം നിയമസഭയിൽ ഏകകണ്ഠമായി എതിർത്തിരിക്കുന്നത്. ആ വഖഫ് ഭേദഗതി നിയമത്തെയാണ് CPM-ഉം കോൺഗ്രസും അടങ്ങുന്ന MP-മാർ ലോക്സഭയിൽ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്കെതിരാണ് ഇവിടുത്തെ LDF-ഉം UDF-ഉം. അവർ ആ എതിരാണ് എന്ന കാര്യം മറച്ചു വയ്ക്കാൻ മുനമ്പത്തുകാരോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കള്ളം ഹൈക്കോടതി പൊളിച്ചിരിക്കുന്നു. ഇനി പന്ത് VD സതീശന്റെ കോർട്ടിലാണ്. അരമണിക്കൂർ കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ മാജിക്ക് ഇനിയെങ്കിലും പുറത്തെടുക്കണം. UDF-ന്റെ തെറ്റായ ഇടപെടൽ വാസ്തവത്തിൽ മുനമ്പത്ത് സമരം ചെയ്യുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയ്ക്ക് കീഴിലാണ് മുനമ്പം വേളാങ്കണ്ണി പള്ളി. കോട്ടപ്പുറം രൂപതയും സഭാ സംവിധാനവും ഒക്കെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. എന്നാൽ വരാപ്പുഴ രൂപത ഒരു പരിധി വരെ മുനമ്പംകാർക്ക് എതിരാണ്. വരാപ്പുഴ രൂപതയുടെ കോൺഗ്രസ് ബന്ധം കൊണ്ട് ഹൈബി ഈഡൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി BJP അവിടെ സ്വാധീനമുണ്ടാക്കുന്നു എന്ന ഭയം കൊണ്ട് വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായി തന്നെ സമരം പൊളിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. സമരസമിതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം പൊളിക്കാൻ വരാപ്പുഴ രൂപത പോലും ഇടപെടുന്നു എന്ന വിശ്വസനീയമായ വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. മുനമ്പത്തെ സമരം BJPക്ക് അവിടെ വലിയ ഇടമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നതാണ് വരാപ്പുഴ രൂപതയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്. BJPക്ക് ഒരു ഗ്രിപ്പുമില്ലാത്ത ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മുനമ്പത്ത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചേക്കും എന്ന തരത്തിലുള്ള പ്രചരണം അതാണ് വരാപ്പുഴ രൂപതയെ ആശങ്കപ്പെടുത്തുന്നതും കോൺഗ്രസ് വരാപ്പുഴ രൂപത വഴി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും UDF-ന്റെയും LDF-ന്റെയും തട്ടിപ്പ് പൊളിഞ്ഞിരിക്കുന്നു. കോടതി അതെടുത്ത് ആറ്റിലെറിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും മുനമ്പത്തുകാരെ പറ്റിക്കുന്ന ഈ രാഷ്ട്രീയ അഭ്യാസം അവസാനിപ്പിക്കണം. മുനമ്പത്തെ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അത് പാർലമെന്റിൽ മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുകയാണ്. UDF-കാരും LDF-കാരും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം. വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് കബളിപ്പിക്കലാണ്. ഇനി മുനമ്പത്തുകാരെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ എളുപ്പത്തിൽ കിട്ടിയെന്ന് വരില്ല. അവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ജുഡീഷ്യൽ കമ്മീഷൻ പിരിച്ചുവിട്ടതോടെ മുനമ്പത്തുകാർക്ക് ചതിയുടെ ആഴം വ്യക്തമായിരിക്കുന്നു. ഇനി കോൺഗ്രസ്സുകാരോ CPM-കാരോ ആര് പറഞ്ഞാലും മുനമ്പത്തുകാർ അത് വിശ്വസിക്കുകയില്ല, അംഗീകരിക്കുകയില്ല.